ഹായ് കൂട്ടുകാരെ, എൻ്റെ മുറ്റത്തെ മാവിൽ പടർത്തിയ കുരുമുളകാണ് ഇത്. ഇങ്ങനെ എല്ലാ മരത്തിലും കുരുമുളക് പടർന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കുരുമുളകിൻ്റെ തൈയല്ല, ഇതേപോലെ ഇലയുള്ള വെറ്റിലയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഞാനൊരു പൂച്ചട്ടിയിൽ കുറച്ച് മണ്ണൊക്കെ എടുത്തിട്ടുണ്ട്. വളപ്പൊടിയും ചകിരിച്ചോറും ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത മണ്ണാണ്. ഇതിലേക്കാണ് ഞാൻ ഈ തളിർ വെറ്റില ചെടി നട്ടുകൊടുക്കാൻ പോകുന്നത്. തളിർ വെറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാൻ എന്ന പാട്ടൊക്കെ കേട്ടിട്ടില്ലേ? അപ്പം ഞാൻ ഈ ചെടി നട്ടുകൊടുക്കാൻ പോവുകയാണ്. ഇനി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താലിത് വേരൊക്കെ പിടിക്കും. ആ സമയത്ത് നല്ലൊരു മരത്തിലേക്ക് ഇതിനെ കയറ്റിവിടാം. ഈ നിൽക്കുന്നതൊക്കെ കുരുമുളക് ചെടിയാണ്. അപ്പോൾ ഈ കുരുമുളകും വെറ്റിലയും തമ്മിൽ സാമ്യത ഒരുപാടുണ്ട്. പക്ഷേ നമ്മൾ ഈ ഇല പറിച്ച് മണത്ത് നോക്കുമ്പോഴാണ് വെറ്റിലയുടെ ഒരു മണം നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണിത് തിരിച്ചറിയുന്നത്. എന്തായാലും ഈ വച്ച കൈകൊണ്ട് 1 കപ്പ് വെള്ളം ഒഴിക്കണമെന്നാണ് ഒരു ശാസ്ത്രം. ഇപ്പം ഞാൻ ഈ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാവട്ടെ. വേരൊക്കെ പിടിച്ച് ഉണ്ടാവുന്ന സമയത്താണ് ഇതിനെ മാറ്റി മരത്തിലേക്ക് പടർത്തുന്നത്. കുരുമുളക് ചെടി പടർത്തിയ പോലെ. വെറ്റില ചെടിയുടെ ഗുണങ്ങളും സവിശേഷതകളും ഐതിഹ്യവും പറയാം. വെറ്റില എന്നുള്ള കുരുമുളക് കുടുംബത്തിലെ വള്ളിയായി വളരുന്ന ഈ ചെടി ആദ്യം നട്ടുപിടിപ്പിച്ചത് ഭഗവാൻ കൈലാസനാഥൻ പരമശിവനാണത്രേ. പരമശിവനും പാർവതിയും കൈലാസത്തിൽ നട്ടുപിടിപ്പിച്ച ചെടിയാണത്രേ വെറ്റില. വിഷുക്കാലത്ത് പണ്ടത്തെ കാരണവന്മാർ കൈനീട്ടം കൊടുക്കുന്നത് വെറ്റിലയും അടക്കയും അതിൽ നാണയത്തുട്ടുകളും ആയിരുന്നു. വരദക്ഷിണയായിട്ട് വരന് കൊടുക്കുന്ന സ്ത്രീധനം വെറ്റിലയും അടക്കയും ആയിരുന്നു അത്രേ. കല തുടങ്ങുന്നത് വെറ്റിലയിൽ ദക്ഷിണ വെച്ചുകൊണ്ടാണ്. പാട്ടായിക്കോട്ടെ, നൃത്തമായിക്കോട്ടെ, വാദ്യ ഉപകരണങ്ങൾ ആയിക്കോട്ടെ, എല്ലാം പഠിക്കാൻ തുടങ്ങും മുമ്പ് വെറ്റിലയിൽ ദക്ഷിണ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ശുഭ മുഹൂർത്തങ്ങളിൽ എല്ലാം വെറ്റിലയ്ക്ക് പ്രഥമ സ്ഥാനമാണ് ഉള്ളത്. ഇതിൽ എല്ലാ ദൈവങ്ങളും കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. ഇനി ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ പറയാം. വെറ്റില മുറുക്കുമ്പോൾ ചുണ്ണാമ്പും പുകയിലയും കൂടി വരുമ്പോൾ അത് ഒരുപാട് തവണ മുറുക്കുമ്പോൾ നമ്മുടെ വായ്ക്കത് ദോഷമാണെന്ന് ആദ്യം തന്നെ പറയട്ടെ. പാലക്കാട് ഹോട്ടലുകളിലൊക്കെ ഭക്ഷണം കഴിഞ്ഞ ശേഷം റിസപ്ഷനിൽ വന്ന് നമ്മൾ ബില്ലടയ്ക്കാൻ നോക്കുമ്പോൾ അവിടെ ഒരു പാത്രത്തിൽ വെറ്റിലപ്പേട വെച്ചിട്ടുണ്ടാവും. ഈ വെറ്റിലപ്പേട നമ്മൾ കഴിച്ച ആഹാരം ദഹിക്കുവാൻ വേണ്ടി ഉള്ളതാണ്. അപ്പോൾ വെറ്റിലയ്ക്ക് ദഹനം എളുപ്പമാക്കാനുള്ള ഒരു കഴിവുണ്ടെന്ന് മനസ്സിലായല്ലോ. വെറ്റില നീര് തൊണ്ടവേദന മാറ്റുന്നു. പണ്ട് കാലത്തൊക്കെ ആശുപത്രിയൊക്കെ കുറവായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ നീര് തേൻ ചേർത്ത് കാരണവന്മാർ കൊടുക്കാറുണ്ട്. നെല്ലിക്ക നീരും വെറ്റില നീരും സമാസമം എടുത്ത് കുട്ടികൾക്ക് കൊടുത്താൽ വയറ്റിലുണ്ടാകുന്ന വീർപ്പിന്, അതായത് ഗ്യാസിൻ്റെ ശല്യത്തിന് കുറവുണ്ടാവുമെന്ന് പഴയ കാലത്തുള്ള ആളുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. വൈറ്റമിൻ ബിയും കാൽസ്യവും ഒക്കെ വെറ്റിലയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. വായനാറ്റം അകറ്റാൻ വെറ്റില കരാമ്പൂ ചേർത്ത് ചവച്ചിറക്കിയാൽ മതിയാകും. മധുര ശബ്ദത്തിന് ഗായകരൊക്കെ വെറ്റില നീര് ഇറക്കാറുണ്ട്. പാടത്ത് പണിയെടുക്കുന്ന പണിക്കാർ വെറ്റിലയും വെളുത്തുള്ളിയും കല്ലുപ്പും കൂടി ചവച്ചിറക്കുന്നത് കണ്ടിട്ടുണ്ട് ദഹനക്കേട് മാറാൻ. വെറ്റിലയും 2 ഏലക്കായും പെരിഞ്ചീരകവും ഗ്രാമ്പൂവും എടുത്ത് മുറുക്കുന്നത് മൗത്ത് വാഷായിട്ട് കണ്ടിട്ടുണ്ട്. കുടുംബങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ജ്യോത്സ്യർ താമ്പൂല പ്രശ്നം നടത്താറുണ്ട്. അതിൽ വെറ്റിലയാണ് പ്രധാന ചേരുവ.
നമ്മുടെ കരളിന് വളരെ ഉത്തമമാണ് വെറ്റില നീര്. ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്നത് ബുദ്ധിവികാസത്തിനും സഹായിക്കുന്നു. ൊക്കെ വെറ്റില നീര് നല്ലതാണ്. തേനിൽ ചാലിച്ച് ചവച്ചിറക്കിയാൽ വെറ്റിലയിട്ട് വെള്ളം വെറ്റിലയും കുരുമുളകും പനിക്കൂർക്കയും ജീരകവും തിളപ്പിച്ച വെള്ളം കൊടുക്കുന്നത് നല്ലതാണ്. രാത്രിയിൽ ഉറക്കക്കുറവ് പ്രായമാവുമ്പോൾ ഒരു അസുഖമായി കാണാറുണ്ട്. ഇതിന് ഏറ്റവും നല്ല ഒരു മരുന്നാണത്രേ വെറ്റില നീര്. വെറ്റില നീര് വൈകുന്നേരം 1/4 ടീസ്പൂൺ ചവച്ചിറക്കുന്നത് നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കുമെന്ന് കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മാത്രമല്ല, ഏറ്റവും പ്രധാനമായും ഉപയോഗിക്കുന്നത് മുടി കൊഴിച്ചിലിനാണ്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. 1 ഗ്ലാസ് കഞ്ഞിവെള്ളം എടുക്കുക. 1/4 ഗ്ലാസ് ഉലുവയും 2 ചെമ്പരത്തി ഇലയും 2 വെറ്റിലയും കൂട്ടി അരച്ച് കഞ്ഞിവെള്ളത്തിൽ കലക്കി തലയിൽ തേച്ച് പിടിപ്പിച്ച് കഴുകിക്കളയുക. ഇത് താരനകറ്റാനും പേന് വരാതിരിക്കാനും അതുപോലെ മുടിയുടെ കൊഴിച്ചിൽ തടയാനും മുടി വളർച്ചയ്ക്കും ഉത്തമമായ ഒരു ഔഷധമാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ശ്വാസം മുട്ടലുള്ള ആസ്മ പോലുള്ള അസുഖങ്ങളുള്ളവർക്ക് ഇതിൻ്റെ തണുപ്പ് പനി വരുത്തും, അല്ലെങ്കിൽ നീരിറക്കം വരുത്തും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇത് ഉപയോഗിക്കരുത് എന്നും കൂടി പറയട്ടെ. ഇത്രയേറെ ഔഷധ ഗുണമുള്ള ഈ ഒരു സസ്യം വീട്ടിൽ വച്ചു പിടിപ്പിക്കുന്നത് നല്ലതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ.